പ്രകൃതി കലിതുള്ളിയാൽ മനുഷ്യൻ പടുത്തുയർത്തിയതൊക്കെയും വെറും കടലാസ് കൊട്ടാരങ്ങൾ മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. അമേരിക്കയിലെ ഒക്ലഹോമയിൽ ആകാശത്തുനിന്ന് കറുത്തിരണ്ട് ചുടുരൂപത്തിലിറങ്ങി വന്ന ടൊർണാഡോകൾ വിതച്ചത് സങ്കല്പിക്കാനാവുന്നതിലും അപ്പുറമുള്ള നാശനഷ്ടങ്ങളാണ്. ഏപ്രിൽ 23 രാത്രി ഒക്ലഹോമയുടെ വടക്കൻ മേഖലകളിലുണ്ടായ ഈ പ്രകൃതിക്ഷോഭം ഒരു ജനതയുടെ സമാധാനം തന്നെ കെടുത്തിയിരിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ആഡംബര വീടുകളെയും കെട്ടിടങ്ങളെയും വെറും അവശിഷ്ടങ്ങളാക്കി മാറ്റിയ ഈ ദുരന്തം ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീകരതയെക്കുറിച്ച് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ്. ഏപ്രിൽ 23 വടക്കൻ ഒക്ലഹോമയിൽ ഒന്നിനു പുറകെ ഒന്നായി നിരവധി ടൊർണാഡോകളാണ് ആഞ്ഞടിച്ചത്. നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നു. പല കുടുംബങ്ങളും തങ്ങളുടെ ആയുഷ്കാല സമ്പാദ്യം നിമിഷങ്ങൾക്കുള്ളിൽ തകരുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. ശക്തിയേറിയ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ കടപുഴകി വീണതോടെ മേഖലയാകെ ഇരുട്ടിലായി. ആയിരക്കണക്കിന് വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമായി മാറി. പ്രകൃതിയുടെ ഈ സംഹാര താണ്ഡവത്തിന് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാകുന്ന കാഴ്ചയാണ് ഒക്ലഹോമയിൽ ഉടനീളം കണ്ടത്. ടൊർണാഡോകൾ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് എനിറ്റ് പോലുള്ള നഗരങ്ങളിലാണ്. ഇവിടുത്തെ ജനവാസ മേഖലകളിലൂടെ കടന്നുപോയ ടൊർണാഡോ വീടുകളുടെ മേൽക്കൂരകൾ പിഴുതെടുക്കുകയും വലിയ മരങ്ങൾ വായുവിൽ ഉയർത്തി എറിയുകയും ചെയ്തു. കനത്ത കാറ്റിലും മഴയിലും പെട്ട് പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ റോഡുകളിൽ നിരന്നതോടെ രക്ഷാപ്രവർത്തകർക്ക് ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് എത്തുന്നതിന് വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നത്. വടക്കൻ ഒക്ലഹോമയിലെ ഓരോ തെരുവിലും പ്രകൃതി വിതച്ച നാശത്തിന്റെ അടയാളങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. തകർന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി തിരച്ചിൽ നടത്തുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. ദുരന്തം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ എനിറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റും എനിറ്റ് ഫയർ ഡിപ്പാർട്ട്മെന്റും രംഗത്തിറങ്ങി. തകർന്ന വീടുകൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ അത്യാധുനിക സജ്ജീകരണങ്ങളുമായി അവർ തിരച്ചിൽ ആരംഭിച്ചു. പരിക്കേറ്റ 10ഓളം പേരെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചുവെങ്കിലും അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. കനത്ത ഇരുട്ടിനെയും തടസ്സങ്ങളെയും അവഗണിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ നടത്തിയ ഓരോ നീക്കവും വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കാനായിരുന്നു. എമർജൻസി റെസ്പോൺസ് ടീമുകൾ മേഖലയിൽ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. വീടുകൾ നഷ്ടപ്പെട്ടവരും സുരക്ഷിതമായ താമസ സൌകര്യമില്ലാത്തവരുമായ നൂറുകണക്കിന് ആളുകളെ സഹായിക്കാൻ അധികൃതർ ഉടൻ തന്നെ ഇവാക്യുവേഷൻ ഷെൽട്ടറുകൾ തുറന്നു. തങ്ങളുടെ സർവസ്വവും നഷ്ടപ്പെട്ട് ഈ അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്നവരുടെ ദുരിതം വിവരണാതീതമാണ്. ഭക്ഷണം, മരുന്ന്, വസ്ത്രം എന്നിവയുൾപ്പെടെയുള്ള അത്യാവശ്യ സൌകര്യങ്ങൾ അധികൃതർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വീടുകൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ പലർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സുരക്ഷിതമല്ലാത്ത വീടുകളിൽ തുടരുന്നത് അപകടമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഒക്ലഹോമയിൽ ടൊർണാഡോകൾ നാശം വിതച്ചപ്പോൾ അയൽ സംസ്ഥാനമായ നെബ്രാസ്കയിൽ മറ്റൊരു രൂപത്തിലാണ് പ്രകൃതി രോഷം തീർത്തത്. അതിശക്തമായ ആലിപ്പഴ വർഷമാണ് നെബ്രാസ്കയിൽ ഉണ്ടായത്. വലിയ വലിപ്പത്തിലുള്ള ആലിപ്പഴങ്ങൾ പതിച്ച് വാഹനങ്ങളുടെ ചില്ലുകൾ തകരുകയും വിളകൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ടൊർണാഡോകൾക്കും മഴയ്ക്കും പിന്നാലെ വന്ന ഈ കൊടുങ്കാറ്റ് ജനജീവിതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. ഒരേ സമയം 2 സംസ്ഥാനങ്ങളിൽ പ്രകൃതി വിതച്ച ഈ ദുരന്തം അമേരിക്കൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ശക്തമായ ടൊർണാഡോകൾ കടന്നുപോയ വഴികളിലെല്ലാം വൈദ്യുതി ലൈനുകൾ തകർന്നു വീണു. വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചതോടെ വാർത്താവിനിമയ സംവിധാനങ്ങളും തകരാറിലായി. എനിറ്റ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനാൽ ഇതിൽ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഇരുട്ടിലായ നഗരങ്ങളിൽ മോഷ്ടാക്കളും മറ്റും ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശവുമുണ്ട്. തിരച്ചിൽ പുരോഗമിക്കുന്നതനുസരിച്ച് നാശനഷ്ടങ്ങളുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. പല ഉൾപ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർക്ക് ഇനിയും എത്താൻ സാധിച്ചിട്ടില്ല. തകർന്ന വീടുകളുടെയും മരങ്ങളുടെയും ഇടയിൽ വാഹനങ്ങൾ പലതും ചതഞ്ഞമർന്ന നിലയിലാണ്. സാമ്പത്തികമായി വലിയൊരു നഷ്ടമാണ് ഈ പ്രകൃതിക്ഷോഭം മൂലം ഒക്ലഹോമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഫെഡറൽ ഏജൻസികളുടെ സഹായം തേടിയിട്ടുണ്ട്. കാലാവസ്ഥ ഇനിയും പ്രവചനാതീതമായി തുടരുന്നതിനാൽ ജാഗ്രത കൈവിടരുതെന്നാണ് മുന്നറിയിപ്പ്. ഈ ടൊർണാഡോ പരമ്പരകൾ കേവലം ഒരു പ്രാദേശിക ദുരന്തം മാത്രമല്ല, ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള അതിഭീകരമായ പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് ടൊർണാഡോകൾ വരാത്ത സമയങ്ങളിൽ പോലും ഇപ്പോൾ അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്നത് ആശങ്കാജനകമാണ്. പ്രകൃതിയെ കരുതലോടെ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യൻ പടുത്തുയർത്തുന്ന സകല പുരോഗതിയും നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഒക്ലഹോമയിലെ തെരുവുകൾ ഇപ്പോൾ നിശബ്ദമാണ്.
കാറ്റിൽ പറന്നുപോയ കളിപ്പാട്ടങ്ങളും തകർന്ന ജനാലച്ചില്ലുകളും അവിടെ ദുരന്തത്തിന്റെ കഥകൾ പറയുന്നു. സ്വന്തം വീട് ഒരവശിഷ്ടമായി മാറിയത് കണ്ട് വിങ്ങിപ്പൊട്ടുന്ന മനുഷ്യരുടെ കാഴ്ച ഏത് കഠിനഹൃദയരെയും സങ്കടപ്പെടുത്തുന്നതാണ്. എങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പരസ്പരം സഹായിച്ചും തോളോട് തോൾ ചേർന്നും ഒക്ലഹോമയിലെ ജനത അതിജീവനത്തിന്റെ പാതയിലുമാണ്. ലോകമെമ്പാടും നിന്നുള്ള ആളുകൾ അവർക്കായി പ്രാർത്ഥനകളുമായി കൂടെയുണ്ട്.